ഓപ്പറേഷൻ ഉഡാന്റെ ദൃശ്യങ്ങൾ ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തെ ആശങ്കയിലാക്കിയ ഡ്രോണിനെ കുറിച്ചുള്ള വിവരങ്ങൾ, ഡ്രോണിനെ കണ്ടുപിടിക്കാൻ പോലീസ് നടത്തിയ ഓപ്പറേഷൻ ഉഡാന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തെ സുരക്ഷാ മേഖലയിൽ അജ്ഞാത ഡ്രോൺ പറന്ന സംഭവത്തിൽ കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങിയതിന്റെയും അതിന്റെ വിശദാംശങ്ങളുമൊക്കെയാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നതും. പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെ സുരക്ഷാ മേഖലയിലൂടെ ഡ്രോൺ പറക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും പുറത്തുവിട്ടിരിക്കുന്നത്. ഉപയോഗിച്ചത് കളിപ്പാട്ടം പോലത്തെ ഡ്രോൺ ആവാമെന്നും ആശങ്ക വേണ്ടെന്നുമാണ് DGP ലോക്നാഥ് ബെഹ്റ അറിയിച്ചിരിക്കുന്നത്. റെയിൽവേ സർവേ നടത്തിയ ഏജൻസി ആകാം പറത്തിയതെന്നുള്ള പ്രാഥമിക നിഗമനങ്ങളും ഇപ്പോഴുണ്ട്. ഏതായാലും ആശയക്കുഴപ്പങ്ങൾക്ക് ഒരു വ്യക്തത വന്നു തുടങ്ങിയിരിക്കുന്നു. നേരത്തെയും കേരളം കേന്ദ്രീകരിച്ച്, തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഡ്രോൺ പറന്നത് ആശങ്കയുണ്ടാക്കിയിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം ഇന്നലെ രാത്രി 11:15 ഡ്രോൺ പറക്കുന്ന ദൃശ്യങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് പോലീസ് പരിശോധിച്ചിരിക്കുന്നത്. 15 മിനിറ്റ് മുമ്പ് പോലീസ് ആസ്ഥാനത്തിന് മുകളിലും അജ്ഞാത ഡ്രോൺ പറന്നതായി സ്ഥിരീകരണം ഉണ്ടായിരുന്നു. വ്യാഴാഴ്ച രാത്രി കോവളം വിമാനത്താവളം ഉൾപ്പെട്ട ശംഖുമുഖം, ISRO കേന്ദ്രം ഉൾപ്പെട്ട തുമ്പ എന്നിവിടങ്ങളിലും ഡ്രോൺ പറന്നതായി പ്രചാരണം ഉണ്ടായിരുന്നെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിലും ഗൗരവത്തോടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. എങ്കിലും ഗൗരവമായി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഓപ്പറേഷൻ ഉഡാൻ എന്ന പേരിൽ വ്യോമസേനയുടെയും ISROയുടെയും സഹായത്തോടെ അന്വേഷണം നടത്താൻ പ്രത്യേക സംഘം രൂപീകരിച്ചിരിക്കുന്നത്. ഏതായാലും വളരെ ഗൗരവത്തോടെ തന്നെയാണ് കേരള ഈ വിഷയത്തെ കണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരള പോലീസ് വളരെ ഊർജിതമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ സാങ്കേതിക വിദഗ്ധരെ കാണിച്ചതോടെ ഭാരം കുറഞ്ഞ കളിപ്പാട്ടം മാതൃകയിലുള്ള ഡ്രോൺ ആണെന്നുള്ള പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീരദേശ റെയിൽവേ സർവേക്കെത്തിയ ഏജൻസി ഈ ദിവസങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. അതാകാമെന്നും പോലീസ് കരുതുന്നു. ഇവരാണോ സുരക്ഷാ മേഖലയിലും പറത്തിയതെന്ന് സ്ഥിരീകരിക്കാനായി കോവളം സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഫ്ളാറ്റിന്റെ പരസ്യ ചിത്രീകരണത്തിനുള്ള ഏജൻസിയും അടക്കം 4 സംഘങ്ങളും ഇപ്പോൾ നിരീക്ഷണത്തിലാണെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ചും ബലാക്കോട്ട് വലിയ തിരിച്ചടി ഇന്ത്യൻ സൈന്യം നൽകിയതിന് പിന്നാലെ പാകിസ്ഥാന്റെ ഡ്രോണുകൾ അതിർത്തി കടന്നു വരുന്നത് ആശങ്കയുണ്ടാക്കിയിരുന്നു. പിന്നാലെ ഗുജറാത്തിൽ ചൈനീസ് ഡ്രോണുമായി ചൈനീസ് യുവാവ് പിടിയിലായിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ തന്നെ വലിയ ജാഗ്രത ഇന്ത്യയിൽ മൊത്തത്തിൽ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ കേരളത്തിൽ, പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലൂടെയൊക്കെ ഡ്രോൺ പറന്നതായുള്ള വാർത്തകൾ പുറത്തു വന്നത്. ഓപ്പറേഷൻ ഉഡാനിലൂടെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുമ്പോഴാണ് ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അജ്ഞാത ഡ്രോൺ പറന്ന സംഭവത്തിൽ കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ പോലീസിന്റെ പ്രത്യേക സംഘമാണ് അന്വേഷണം ഇപ്പോഴും ഊർജിതമായി തുടരുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള സുരക്ഷാ മേഖലയിലൂടെ ഡ്രോൺ പറക്കുമ്പോൾ അത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് കേരള പോലീസ് കണ്ടിരിക്കുന്നത്. കളിപ്പാട്ടം പോലത്തെ ഡ്രോൺ ആവാമെന്നും ആശങ്ക വേണ്ടെന്നും DGP ലോക്നാഥ് ബെഹ്റ അറിയിച്ചിട്ടുണ്ടെങ്കിലും കേരള പോലീസ് അതിന്റെ പുറകെ തന്നെയാണ്. റെയിൽവേ സർവേ നടത്തിയ ഏജൻസിയാണോ ഇത് പറത്തിയതെന്നുള്ള പ്രാഥമിക നിഗമനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അത് സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തതയിലേക്ക് അന്വേഷണങ്ങൾ നീളുകയാണ്. മാത്രമല്ല പരസ്യ ഏജൻസികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഏതായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതിന് ഒരു 15 മിനിറ്റ് മുൻപ് പോലീസ് ആസ്ഥാനത്തിന് മുകളിലും അജ്ഞാത ഡ്രോൺ പറന്നതായുള്ള സ്ഥിരീകരണം ഉണ്ടായിരുന്നു. മാത്രമല്ല വ്യാഴാഴ്ച കോവളത്തും അവിടെ വിമാനത്താവളം കേന്ദ്രീകരിച്ചും ശംഖുമുഖം ISRO എന്നിവ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുമൊക്കെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെയാണ് ഈ ഡ്രോൺ പറന്നത് എന്നുള്ളത് തന്നെയാണ് എപ്പോഴും ആശങ്ക. അതുകൊണ്ട് തന്നെയാണ് വളരെ ഗൗരവത്തോടുകൂടി ഓപ്പറേഷൻ ഉഡാൻ ഇപ്പോൾ പുരോഗമിക്കുന്നതും ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നതും.